ഇവിടെ ഹീറോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവരും അത് കണ്ട് ഷോക്കായിട്ട് ഇവൻ വീഴുന്നത് സേഫ് ആക്കാൻ വേണ്ടി അവിടെ ബെഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം അറിഞ്ഞ ഹീറോയുടെ ഫാദറും അങ്ങോട്ടേക്ക് വരുന്നു. ഇവനോട് കേൺ അപേക്ഷിക്കാണ് താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട്. പക്ഷേ ശരിക്കും ഇവൻ മരിക്കാൻ തീരുമാനിച്ചതിന് കാരണം ഇവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് അമ്മയോടാണ്. പക്ഷേ ആ അമ്മ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു ഒരു ആക്സിഡന്റിൽ. അത് താങ്ങാനാവാത്തത് കൊണ്ടാണ് ഇവൻ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇവന് ഇതുവരെയും സംസാരിക്കാൻ കഴിയാത്ത ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. താഴെയുള്ളവരൊക്കെ ഇവനോട് ചാടരുത് എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ടെങ്കിലും ഇവൻ അതൊന്നും കേൾക്കുന്നില്ല. അമ്മയുടെ പോലുള്ള ചിത്രങ്ങളൊക്കെ അവസാനമായിട്ട് നോക്കിയിട്ട് അത് കീറി കളഞ്ഞ് ഇവൻ അവിടെ നിന്ന് ചാടാൻ തുടങ്ങുന്നു. പക്ഷേ ഇവൻ കീറി എറിയുന്ന ആ ഒരു പേപ്പറുകൾ എല്ലാം കൂടി ചെന്ന് അവിടെ ഹീറോയിൻ തൂത്തുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് വീഴുന്നത്. ഇവൾക്ക് അത് കണ്ട് നല്ല ദേഷ്യം വരുന്നു. അവിടെ ഒരാൾ മരിക്കാൻ നിൽക്കുകയാണ് എന്നൊന്നും ഇവള് നോക്കുന്നില്ല. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്തതാണ് ഇവൻ കൊളാക്കിയത് എന്ന് പറഞ്ഞ് ഇവനോട് പോയിട്ട് മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി പോകാനായിട്ട് പറയാണ്. നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചാടിക്കോ, ഇവിടെ പറ്റില്ല, ഇത് എന്റെ കൺട്രോളുള്ള സ്ഥലമാണ് എന്ന് പറയാണ്. ശരിക്കും ഇവളെടുത്ത ഒരു ക്ലീനർ ആണ്. പക്ഷേ ഇവള് പറയുന്നതൊന്നും കേൾക്കാതെ ഇവൻ വീണ്ടും ചാടാനായിട്ട് ഒരുങ്ങുന്നു. ഇവൾക്ക് നല്ല ദേഷ്യമാണ്. പറഞ്ഞ മനസ്സിലാവില്ല എന്ന് ചോദിച്ച് ഇവനെ പിടിച്ചു വലിച്ച് ഇറക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പിടിവലി കൂടുമ്പോൾ രണ്ടുപേരും ചാടാതെ തന്നെ കാല് സ്ലിപ്പായിട്ട് താഴേക്ക് വീഴാണ്. ആ ഒരു വീഴ്ചയിൽ ഇവർക്ക് ഒന്നും പറ്റുന്നില്ല. പക്ഷെ അറിയാതെ ഇവൾ ഇവനെ കിസ് ചെയ്തു പോവുകയാണ്. എന്നാൽ ഇവളുടെ ലൈഫിലെ ഫസ്റ്റ് കിസ് ഈ ഒരു അവസ്ഥയിൽ സംഭവിച്ചു പോയത് കൊണ്ട് തന്നെ ഇവള് ഭയങ്കര ദേഷ്യത്തില് ഇവനെ തെറി വിളിക്കാനും തല്ലാനും ഒക്കെ തുടങ്ങാണ്. ഇവനും ഒന്നും മനസ്സിലാവാതെ ഇവന്റെ ആത്മഹത്യ ഇവള് കൊളാക്കിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ ഇവളോട് മാറി പോകാനായിട്ട് പറഞ്ഞ് അലറുകയാണ്. എന്നാൽ ഇവൻ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് സംസാരിക്കുന്നത്. അത് കേട്ട് എല്ലാവരും ഷോക്കാവുന്നു. പക്ഷെ ഹീറോ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇവളും ഇവന് നല്ലത് കൊടുക്കാനായിട്ട് അവന്റെ പിറകെ പോകാൻ തുടങ്ങുന്നു. പക്ഷെ ബോഡി ഗാർഡ്സ് പിടിച്ചു വെക്കാണ്. എന്നാൽ ഹീറോയുടെ അച്ഛന് ഇവള് കാരണമാണ് മകന്റെ ജീവൻ രക്ഷപ്പെട്ടതും അതുപോലെ അവൻ സംസാരിച്ചതും എന്ന കാര്യം മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട് അവിടെ നടന്ന കാര്യങ്ങൾക്കൊക്കെ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇവള് ഇല്ല, ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷെ ഉടനെ തന്നെ ഇദ്ദേഹം ഒരു വലിയ എമൗണ്ട് എടുത്ത് ഇവൾക്ക് കൊടുക്കുമ്പോൾ ഇവൾ അങ്ങോട്ടേക്ക് ക്ഷമ ചോദിക്കാം എന്ന രീതിയിലോട്ട് മാറുകയാണ്. പക്ഷെ ഹീറോയുടെ ഫാദർ ഇവൾക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു. ഹീറോയെ പൂർണ്ണമായിട്ടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണം. അതിനുവേണ്ടി ഇവളെ പ്രണയിക്കേണ്ട, പക്ഷെ പ്രണയിക്കുന്ന പോലെ നടിക്കണം. അങ്ങനെ അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ സംസാരിക്കുന്ന ഒരു വാക്കിനനുസരിച്ച് ഇവൾക്ക് 1 മില്യൺ വീതം കൊടുക്കാം എന്ന കാര്യം പറയാണ്. അത്രയും വലിയൊരു എമൗണ്ട് കിട്ടുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ അത് വലിയ ടാസ്ക് ആണ് എന്ന് ഇവൾക്ക് അറിയാമെങ്കിലും ഇവൾ അതിനെ സമ്മതിക്കാണ്.